നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മറ്റ് ഭാരവാഹികളും ചുമതലയേൽക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകളിലേക്ക് കടക്കും. വിശദാംശങ്ങളുമായി രാഹുൽ ജയനാഥ് ചേരുന്നു. രാഹുൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ചടങ്ങ് ആരംഭിക്കാറായോ? പുതിയ ടീമാണിത്. ഞങ്ങൾ എല്ലാവരും ഈ ടീമിന്റെ ഭാഗമാണ്. പാർട്ടി ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തോടൊപ്പം നിൽക്കുന്ന അച്ചടക്കമുള്ള ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകരാണ് ഞങ്ങൾ എല്ലാവരും. പാർട്ടി ഞങ്ങളോട് എന്ത് പണി പറഞ്ഞാലും ആ പണി ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ഇല്ലാത്തവരുടെ കാര്യത്തിൽ പാർട്ടി പ്രവർത്തകർ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി എടുക്കുന്ന തീരുമാനം ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ആ ആഗ്രഹം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ശബ്ദം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും UDF പ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവഹിക്കുക. വളരെ വ്യക്തമാണ്. രാഹുൽ ജിനാഥ്, കേൾക്കാമെന്ന് കരുതുന്നു. എല്ലാവരും പ്രതികരിക്കുന്നത് ഒരേ ശബ്ദത്തിലാണ്. പ്രതികരണങ്ങൾ ഇനിയും വരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? പരിചയസമ്പന്നതയുടെയും യുവത്വത്തിൻ്റെയും ഒരു വലിയ ബ്ലെൻഡാണ് ഈ ടീം എന്ന് പറയുന്നത്. സണ്ണി വക്കീൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്നതാണ്. ജനപ്രതിനിധിയായി മാത്രമല്ല, സംഘടനയുടെ ഓരോ ചുവടുകളും കയറി വന്ന ആളാണ്. വർക്കിംഗ് ടീമിൻ്റെ ഗ്രൂപ്പാണെങ്കിലും വർക്കിംഗ് പ്രസിഡന്റുമാരാണെങ്കിലും വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അപ്പോൾ എക്സ്പീരിയൻസിൻ്റെയും യൂത്ത്ഫുൾനെസ്സിൻ്റെയും ഒരു വലിയ ബ്ലെൻഡാണ് ഇത്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഷാഫി കേരളത്തിലെ 2 KSU യൂത്ത് കോൺഗ്രസ്, ഞങ്ങൾ ഒരുമിച്ച് KSU സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ആളുകളാണ്. യുവജന രാഷ്ട്രീയത്തിൽ ഒരുമിച്ചുണ്ടായ ആളുകളാണ്. ഒരുമിച്ച് 2011 MLA-മാരായ ആളുകളാണ്. ഇപ്പോൾ പാർലമെന്റിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ടീമിനെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, വിഷ്ണുനാഥിനെ പോലെ അതുപോലെ അനിൽകുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഏറ്റവും അനിവാര്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അല്ല, അത് നിങ്ങൾ കോൺഗ്രസ് ബീറ്റ് കവർ ചെയ്യുന്ന ആളുകൾ എത്രയോ വർഷങ്ങളായി ഇതിൻ്റെ മുമ്പിൽ നിങ്ങൾ എന്തൊക്കെ ഇതിലും വലിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ഒരു ഭൂകമ്പം ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് സാധനങ്ങളൊക്കെ നിരാശപ്പെടേണ്ടി വരും, ഒരുപാട് നിരാശപ്പെടേണ്ടി വരും നിങ്ങൾക്ക്. കാരണം അതുപോലുള്ള ഒരു രീതിയിലുമുള്ള എക്സ്ട്രീം ഗ്രൂപ്പിസമോ ഒരു എക്സ്ട്രീം പൊളിറ്റിക്കൽ എന്താ പറയുക ഹേറ്റ്രെഡ്നെസ്സോ വളർത്തുന്ന ഒരു കാലഘട്ടമല്ല. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകളാണെങ്കിലും പുതുതായി വരാൻ പോകുന്ന ആളുകളും ആ ഒരു രാഷ്ട്രീയ സംസ്കാരം പുലർത്താൻ പോകുന്ന ആളുകളല്ല. മോത്തി, അങ്ങനെ തന്നെയാണ്. പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികരിക്കുന്ന എല്ലാവരും ആ പൊതുനിരയെ വലിയ ആവേശത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോട് കാണുന്നു എന്ന പ്രതികരണമാണ് ലഭിക്കുന്നത്. അതായത് സംഘടനാ പാഠവുമുള്ള ആൾ വരുമ്പോൾ സംഘടന, ഇവർ എല്ലാവരും ആവശ്യപ്പെടുന്നത് പോലെ സംഘടന അടിത്തറ, അത് വലിയ ഉറപ്പ് അടിത്തറയ്ക്ക് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഓരോ പേരുകൾ എടുത്തു പറയുന്നു, അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം സൂചിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ പുതിയ ടീമിൽ ഇപ്പോൾ ഐബിഡൻ സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പുകൾ ശിഥിലമായി നിൽക്കുന്ന, അങ്ങനെ ഗ്രൂപ്പ് തർക്കങ്ങളില്ലാതെ ഇത്തരമൊരു പ്രഖ്യാപനം വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വലിയ വിവാദങ്ങൾ അതൊന്നും ഉണ്ടാകുന്നില്ല എന്ന വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഐബിഡൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. യുവത്വവും പരിചയ സമ്പന്നതയും ഒത്തുചേരുന്ന ഒരു വല്ലാത്ത കൂട്ടാണിത് എന്ന് പറയുന്നു, ഒരു ബ്ലെൻഡാണ് എന്ന് പറയുന്നു. ഈ യുവത്വത്തിൽ നിന്നും പരിചയ സമ്പന്നതയിൽ നിന്നും കോൺഗ്രസിനെ ഇപ്പോഴുള്ള നിലയിൽ നിന്നും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും ഇവർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? മോത്തി, അങ്ങനെ തന്നെയാണ്. കാരണം ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവാദങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റഭിപ്രായങ്ങൾ ഉണ്ടാകുമോ, പരസ്യമായ പ്രതികരണങ്ങൾ, വിയോജിപ്പുകൾ ഉണ്ടാകുമോ എന്ന് കരുതിയിരുന്ന ഘട്ടത്തിൽ ആന്റോ ആന്റണിയുടെ ഒരു അതൃപ്തി പ്രകടനമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ എന്തായാലും MM ഹസൻ വന്ന ഘട്ടത്തിലും അത്തരത്തിൽ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് പറഞ്ഞത്.